പാസ്റ്റർ ഈ അജി ബ്രദറുമായിട്ട് എപ്പോഴെങ്കിലും ഈ കാര്യം സംസാരിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അജിയെ സംബന്ധിച്ച് യാണ് ധാരണ. അജി യൂട്യൂബ് തൊഴിലാളിയാണ്. ഫുൾ ടൈം എന്റെ വീഡിയോ ഇരുന്ന് കേൾക്കുക, അത് കുറിച്ചെടുത്തിട്ട് വേണ്ടാതീനം ഇൻസേർട്ട് ചെയ്യുക, കൊള്ളാന്നൊക്കെ എടുക്കുക അവൻ്റെതായിട്ട്. അല്ലാതെ അവന് സ്വന്തമായിട്ടൊന്നുമില്ല, സ്വന്തമായി പഠനമില്ല, സ്വന്തമായി ആശയമില്ല. അതുകൊണ്ട് അവനെ ഒരു പ്രാവശ്യം എന്നോട് ഒരു ഡിബേറ്റിൽ വന്നിട്ട്, ഡിബേറ്റിൽ പോലും അവൻ വിഷയം അവതരിപ്പിക്കുന്നതിന് പകരം എന്റെ പഴയ പ്രസംഗങ്ങളുടെ പീസുകൾ കേൾപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഒരു നൃശംസനാണ് ഈ അജി. അപ്പം പുള്ളി ഒരു ഇന്റലക്ച്വലി സൗണ്ട് പേഴ്സൺ അല്ല. എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ആക്ച്വലി അറിയില്ല. ഞാൻ 2.5 വർഷം ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ 2021 വന്നു, പിന്നെ ഇപ്പോഴാണ് തിരിച്ചു വരുന്നത്. 2022 പോയിട്ട് പിന്നെ ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അജി ബ്രദറായിട്ട് പാസ്റ്ററുടെ ഡിബേറ്റ് നടന്നിരുന്നല്ലേ? അപ്പോൾ അത് ഡിബേറ്റ് 3 പ്രാവശ്യം ഡിബേറ്റ് വന്നിട്ട് 3 പ്രാവശ്യവും അവന് വിഷയം അവതരിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന ആരോട് വേണമെങ്കിലും ചോദിച്ചു. ആ ഡിബേറ്റ് എല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട്, നേരിട്ട് കേട്ട് നോക്കാം. അതിനകത്ത് പുള്ളിയെ സംബന്ധിച്ച് പുള്ളിക്ക് വിഷയം അവതരിപ്പിക്കാനും ഇല്ല, പുള്ളിക്ക് ആശയങ്ങളുമില്ല. പുള്ളിക്ക് ചുമ്മാ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ ജിയിലുള്ളവർ അവരുടേതായിട്ടുള്ള ഒരു ലോകം സൃഷ്ടിച്ച് അതിനകത്ത് തന്നെ ഇരിക്കുവാണ്, അവർ പുറത്തേക്ക് വരില്ല. അപ്പോൾ എന്താ പറയുക, അവർ പുറത്തേക്ക് വന്നാലേ അവരുടെ കൺസെപ്റ്റിലുള്ള മിസ്റ്റേക്കുകൾ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കംപ്ലൈന്റ്. അപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് വരാൻ ഞാൻ ഇന്നലെ അവന്റെ മുറി ചെന്നല്ലോ. ഇന്നലെ അവന്റെ മുറി ചെന്നിട്ട് 8 പേര് ഒരുമിച്ച് സംസാരിക്കുകയാണ്. യാതൊരു ഡെക്കോറവും ഇല്ലാത്ത മുറി നടത്തുന്ന വെറും ചന്ത മുറിയാണ് അവൻ നടത്തുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോ എനിക്ക് സംസാരിക്കാൻ സമയമില്ല. 8 പേര് ഒരുപോലെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അവന്റെ റൂമിലൊക്കെ പോയിട്ട് എങ്ങനെയാ സംസാരിക്കുന്നത്? പിന്നെ ഹൂ ഈസ് ഹി ഹാസ് നോ ക്രെഡൻഷ്യൽസ്. കാരണം അദ്ദേഹം ഏത് സഭയിൽപ്പെട്ടാന്നോ, അദ്ദേഹം ഏത് ഉപദേശമാണ് ഹോൾഡ് ചെയ്യുന്നത് അവൻ അറിയത്തില്ല. അവൻ ഇവിടെ പറഞ്ഞത് അവൻ 10% യാക്കോബായ ഉപദേശം, 10% മർത്തോമ ഉപദേശം, 10% സെവന്ത് ഡേ, 10% യഹോവ സാക്ഷി, 40% ബ്രദറൻ. അങ്ങനെ ഒരു കൊളാഷാണ്. എന്തോ ഒരു ഈ കോക്ടെയിൽ ഡോക്ടറിനാ പുള്ളി തന്നെ വിളിക്കുന്നത് പുള്ളിയെ. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ഒരാൾ നമ്മൾ എന്തോ ഉപദേശിച്ചു, അവന്റെ ഒരു അപ്രൂവല്? അതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഇവിടെ ഇരിക്കുന്ന ആരോട് വേണമെങ്കിലും ചോദിച്ചോ, താഴെ ഇരിക്കുന്ന റാൻഡം പേഴ്സണെ നിങ്ങൾ ചൂണ്ടിക്കാണിട്ട് അവരെ വിളിച്ചിട്ട് വര്. പെർസെന്റേജ് അജി എന്നാണ് ഈ ക്ലബ് ഹൗസിൽ അവന്റെ വിളിപ്പേര്. അപ്പൊ ചില ആളുകൾ ആ അജിയുടെ പൈതൃകം പേഴ്സന്റെ ആണെന്നൊക്കെ ചോദിച്ച് വലിയ വേള ഇവിടെ ഉണ്ടായിട്ടുള്ള. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചരിത്രമുണ്ട് അജിക്ക്. അജിക്കൊരു വിശ്വാസമൊന്നുമില്ല. അജിയുടെ ഒരു ക്രീഡ് അജി പറയാൻ പറ. അജി എന്താണ് വിശ്വസിക്കുന്നത്? അങ്ങനെ ഇല്ല അവന്. അപ്പൊ അതേപറ്റി പരാമർശ യോഗ്യമായ ഒരു വ്യക്തി അല്ല ഉള്ളു, ഒരു നൃശംസൻ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു സംവാദം എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് എനിക്കൊരു ഒരിക്കലും കാണാൻ പറ്റുകയല്ല. ഒരു കുതിരയെ ഉപദേശിച്ച് കുതിരയാക്കാൻ പറ്റുമോ എന്നതുപോലെയാണ്. അവൻ ഒരിക്കലും ചൊവ്വാവത്തില്ല. അവൻ ചൊവ്വാവുക നന്നായിട്ടെന്ന് ഉറച്ച് 3 പ്രാവശ്യം അവസരം കൊടുത്താ 3 പ്രാവശ്യം അവനത് തൊലച്ചു. അവനൊന്നും സംസാരിക്കാനില്ല. അവൻ ഈ ആളുകളെ കളിയാക്കാനല്ലാതെ കാര്യമായിട്ടൊന്നും പറയാൻ അറിയത്തില്ല. അത് കുറ്റമല്ല, അവനൊന്നും അറിയില്ലെന്നുള്ളതാണ്. അറിയാമായിരുന്നെങ്കിൽ പുള്ളി പൊരിച്ചേനെ, അറിയത്തില്ല. ഓക്കെ, എന്തായാലും ആ പർട്ടിക്കുലർ പാസേജിനെ പറ്റിയുള്ള എൻ്റെ സംശയങ്ങൾ ഏതാണ്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി കൂടുതൽ നമ്മളുടെ പിതാക്കന്മാരുടെ ലിറ്ററേച്ചർ, പാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കുന്നതായിരിക്കും. പഠിക്കാനുണ്ട് കുറെ. അത് നിങ്ങൾ ഈ ഒരു പാസേജ് ഓരോന്ന് എടുത്തെടുത്ത് വെച്ച് പഠിക്കുന്ന ഒരു ബൈബിൾ പഠന രീതി ഞങ്ങൾക്കില്ല. ഞങ്ങള് ഇതിന് ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. അതായത് ബൈബിളിന്റെ മൊത്തത്തിലുള്ള മെസ്സേജ്. ഇപ്പൊ ഒരു റോമാലേഖനാണ് എന്റെ ഒരു വാക്യം എടുത്ത്, അയ്യോ ഇവിടെ ഇങ്ങനെ വാക്യമുണ്ട്, അങ്ങനെയല്ല. റോമാലേഖനത്തിന്റെ മുഴുവൻ മെസ്സേജും എടുക്കുന്നത്. ഈ പ്രകൃതിദത്തമായിട്ട് നമുക്ക് കിട്ടുന്ന സംഗതികളൊക്കെ ദൈവം തരുന്ന, ഇപ്പൊ ചക്ക നാച്ചുറൽ ആണ്. അപ്പൊ ആ ചക്ക നമ്മൾ തിന്നുന്ന ചക്കയുടെ മടല് തിന്നത്തില്ല, അത് മുഴുവൻ മുള്ളാണ്. അതിന്റെ കൂഞ്ഞില് തിന്നത്തില്ല, അതിന്റെ ചകിട് തിന്നത്തില്ല, അതിന്റെ അരക്ക് തിന്നത്തില്ല, അതിന്റെ പാട തിന്നത്തില്ല. അപ്പൊ അതിനെ എന്ത് ചെയ്യണം? വെട്ടി കറക്റ്റായിട്ട് തരം തിരിച്ച് ചുളയെടുത്ത് തിന്നണം. അതിനെയാണ് റൈറ്റ്ലി ഡിവൈഡിങ് ദ സ്ക്രിപ്ചർ. 2 തിമോത്തി 2:15 അതിനെ ഓർത്തോടോമിയോ എന്നാ പറയുന്നത്. അപ്പൊ ഓർത്തഡോക്സ് വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ 4 ഓർത്തോ കീപ്പ് ചെയ്യണം. ഒന്ന് ഓർത്തോഡോക്സി. ഡോക്സി എന്ന് പറഞ്ഞാൽ സ്തുതി എന്നാണ്. അപ്പൊ ഓർത്തോഡോക്സി എന്ന് പറഞ്ഞാൽ സ്തുതി ചൊവ്വാകുക എന്ന് പറഞ്ഞാൽ ആരാധന കറക്റ്റ് ആക്കണം.
അതെങ്ങനെയാണ്? ചുമ്മാ യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, ഗ്ലോറി, അതല്ല ആരാധന. സ്തുതി ചൊവ്വാക്കപ്പെട്ട ആരാധന എന്ന് പറഞ്ഞാൽ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി. അപ്പൊ നമ്മൾ യാക്കോബക്കാർ എപ്പോഴും ട്രിനിറ്റിയാണ് വർഷിപ്പ് ചെയ്യുന്നത്. അത് ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ അതാണ് സ്തുതി ചൊവ്വാക്കപ്പെടുക, ട്രിനിറ്റി വർഷിപ്പേഴ്സ് ആണ്. അപ്പൊ സ്തുതി ചൊവ്വായി കഴിയുമ്പോൾ നമ്മുടെ വർഷിപ്പ് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി. ഇതാണ് സ്തുതി ചൊവ്വാക്കപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് സമയത്ത് നമ്മുടെ ഇപ്പം പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ ആവർത്തിച്ച് ട്രിനിറ്റിയിലോട്ട് പോകും, ട്രിനിറ്റിയെ സ്തുതിക്കും. ഒരിക്കലും യേശുവിനെ സ്തുതിക്കത്തില്ല, യേശുവേ സ്തോത്രം എന്നല്ല. അതിപ്പോ യാക്കോബക്കാർ പാരലൽ പ്രാർത്ഥന നടത്തുന്നുണ്ട്, പക്ഷെ ലിറ്റർജിക്കൽ പ്രയറിൽ ട്രിനിറ്റിയാണ്. ട്രിനിറ്റിയെ വർഷിപ്പ് ചെയ്യുന്നത് മാത്രമാണ് ഓർത്തഡോക്സി, ബാക്കിയൊക്കെ ഹെട്രോഡോക്സി എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ ഹെട്രോഡോക്സിക് പ്രയേഴ്സ്, അട്രൻസസ് ആൻഡ് ചാന്റിങ്സ് ആണ് ഇവിടെ നടക്കുന്നത്. അതിനെതിരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. 1. 2, ഓർത്തോപ്രാക്സി. ഓർത്തോപ്രാക്സി എന്ന് പറഞ്ഞാൽ പ്രാക്സിസ് എന്ന് പറഞ്ഞ പ്രവൃത്തിയാണ്, നേരായ പ്രവൃത്തികൾ. ഓർത്തോപ്രാക്സിസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉദവി പ്രവൃത്തികൾ വരും, അതിനകത്താണ് ഈ സേവനങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ധാർമ്മികത, എത്തിക്കൽ ആക്ടിവിറ്റീസ്. അപ്പൊ അധാർമികമായി സ്വത്ത് സമ്പാദിക്കുക, മറ്റുള്ളവരുടെ പിടിച്ചെടുക്കുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സി അല്ലാതെ, അതെല്ലാം ഓർത്തോപ്രാക്സി അല്ല, ഹെട്രോപ്രാക്സിയാണ്. പിന്നെ ഉള്ളത് ഓർത്തോപാത്തോസ് എന്ന് പറയും. ഓർത്തോപാത്തോസ് എന്ന് പറഞ്ഞാൽ മനോഭാവമാണ്. നമ്മൾ റൈറ്റ് മൈൻഡ്, റൈറ്റ് മെന്റാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം, നമ്മുടെ വികാരങ്ങൾ, റൈറ്റ് ഇമോഷൻസ്, അതിനെയാണ് ഓർത്തോപാത്തോസ് എന്ന് പറഞ്ഞത്. അതിനാണ് നമുക്ക് നോമ്പ്, ധ്യാനം, യാമപ്രാർത്ഥന, ഇതിലൂടെ നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സിനെ ആർജിക്കണം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. അതാണ് പറഞ്ഞ റിന്യൂ യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. റോമർ 12. ഡു നോട്ട് ബി കൺഫോം ടു ദിസ് വേൾഡ്, ഈ ലോകത്തിന് അനുരൂപരാകാതെ. അപ്പൊ ഈ ലോകത്തിന് അനുരൂപമാവാൻ എന്തായിത്തീരും? ഹെട്രോപാത്തയോസ് ആണ്. നമുക്ക് ഓർത്തോപാത്തയോസ് വരണമെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ മരിക്കുമ്പോൾ കീപ്പ് ചെയ്ത ആ മനോഭാവം, ആ ട്രാൻക്വിലിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. ആ സോബർ മൈൻഡഡ് ആയിട്ട് നിൽക്കണമെന്ന് പത്രോസ്ലീഹായും പൗലോസ്ലീഹായും പറയുന്നത്. അപ്പൊ ദാറ്റ് സോബർ മൈൻഡഡ്നെസ്, ദാറ്റ് ട്രാൻക്വിലിറ്റി, വി ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മനസ്സിനെ നമ്മൾ സൂക്ഷിച്ചു വെക്കുക. കൺഫോം ടു ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, അതാണ് ഓർത്തോപാത്തയോസ്. 4ാമത് വരുന്നതാണ് ബൈബിൾ വ്യാഖ്യാനം ഓർത്തോടോമിയോ. ഓർത്തോടോമിയോ എന്ന് പറഞ്ഞാൽ റൈറ്റ്ലി ഡിവൈഡിങ് ദ സ്ക്രിപ്ചർ, തിരുവെഴുത്തിനെ കൃത്യമായി കീറി മുറിച്ച് സ്റ്റഡി ചെയ്യണം. അപ്പൊ റൈറ്റ്ലി ഡിവൈഡ് എന്ന് ഞാൻ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഈ ചക്ക വെട്ടുന്ന പോലെയാണ്. കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ യു ക്യാൻ ഹിയർ a good voice and at the same time you can hear a bad voice, so you have to distinguish between the good voice and bad voice. The bad voice from who? So the voice of good God and voice of bad God, 2 voices are there. അപ്പൊ അത് മുഴുവൻ ഇന്റർമിംഗിൾ ചെയ്ത് ഇങ്ങനെ ടാങ്കിൾഡ് ആയിട്ട് ഗുഡ് വോയിസും ബാഡ് വോയിസും ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇഴകീറി പരിശോധിക്കണം എന്ന് പറയുന്നല്ലോ. ഇപ്പൊ ആസ് എ മെഡിക്കൽ സർജൻ താങ്കൾക്കറിയാം എങ്ങനെയാണ് സൂചി കൊണ്ട് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ എത്ര സൂക്ഷ്മതയോടെയാണ്, ഞരമ്പുകൾ മുറിഞ്ഞു പോകാതെയും ഒക്കെ ശസ്ത്രക്രിയ ചെയ്യുന്നത്. എത്ര കൃത്യമായിട്ട് ആ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചിട്ടാണ് അല്ലെ ആ മജ്ജയെയും അസ്ഥിയെയും ഒക്കെ കീറിമുറിച്ച് ചെയ്യുന്ന ശസ്ത്രക്രിയകളിൽ കാണിക്കേണ്ട സൂക്ഷ്മത ബൈബിൾ പഠനത്തിൽ കാണിക്കണം. അപ്പൊ അങ്ങനെ ചെയ്ത് ബൈബിളിനെ തരംതിരിച്ച് കൃത്യമായിട്ട് അതിന്റെ സന്ദേശത്തെ മനസ്സിലെടുക്കുന്നേ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ ഒരു ദിവസം ലജ്ജിച്ചു പോകുമെന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായി നിൽക്കാൻ നീ ശ്രമിക്കണം. യു ഹാവ് ടു ഡിവൈഡ് ദ സ്ക്രിപ്ചർ ഇൻ എ റൈറ്റ് മാനർ. 2 തിമോത്തി 2:15 വായിച്ചോളൂ. അവിടെ എഴുതിയിരിക്കുന്ന ഓർത്തോടോമിയോ. അപ്പൊ ഈ 4 ഓർത്തോയെ പറ്റി ഓർത്തോണ്ടിരിക്കുന്നവനാണ് യഥാർത്ഥ ഓർത്തോ. എന്തൊക്കെയാണത്? ഓർത്തോഡോക്സി, ഓർത്തോപ്രാക്സി, ഓർത്തോപാത്തയോസ് ആൻഡ് ഓർത്തോടോമിയോ. ഇതാണ് ഗ്ലോറിയസ് ഗോസ്പൽ പ്രസംഗിക്കുന്നത്. അപ്പോ ഡോക്ടർ അരുണിന് എപ്പോഴും സ്വാഗതം. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും വരാം, ചർച്ചകൾ ചെയ്യാം, എന്താണ് ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ, കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. താങ്ക് യു. ഞാൻ എല്ലായിടത്തും പോകുന്ന ഒരാളാണ്. കൂടുതലും ഇവിടെയാണ് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ പറയുന്ന തിയോളജി ലോജിക്കലായിട്ട് എനിക്ക് തോന്നുന്നു. അതൊരു വലിയൊരു ഫാക്ടറാണ്. പിന്നെ മനസാക്ഷി കുത്തില്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റുന്നു. ഇപ്പോൾ പെന്തക്കോസ്തുകാരുടെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഉള്ളിൽ ഈ ഒരു തികട്ടലങ്ങ് വരുവാണ്. ഈ പഴയ നിയമത്തിൽ യഹോവ കുറെ പേര് വെട്ടിക്കൊല്ലാൻ പറയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ തികട്ടലില്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റിയത് ജിയുടെ തിയോളജി തൊട്ടാണ്. പക്ഷേ നമുക്ക് എത്ര സുഖമുള്ള കാര്യമാണെങ്കിലും, ഇപ്പോൾ കേൾക്കാനും നമുക്ക് ബിലീവ് ചെയ്യാനും എത്ര സുഖമുള്ള കാര്യമാണെങ്കിലും അതിലൊരു ലോജിക്കും അതിലൊരു സത്യവും ഉണ്ടാവണം. അപ്പോൾ
അതിൽ സത്യം ഇതിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി വേണമായിരുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നത് സത്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹം. പിന്നെ ഇത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യഹോവയാണ് പുതിയ നിയമത്തിലെ ദൈവം എന്ന് മറ്റേ കൂട്ടർ അവർ അത് തെളിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വിശ്വാസത്തിൽ നിന്ന് വീണ്ടും പുറത്തു പോകേണ്ടി വരും. കാരണം ആദ്യത്തെ ആ ഇഷ്യൂ പിന്നെ അങ്ങ് വരുവാണ്. കാരണം യഹോവയാണ് എല്ലാ കാലത്തും ഒരു വിലങ്ങതടിയായിട്ട് നിൽക്കുന്നത്. വിശ്വാസത്തിലേക്ക് വരാനും പോകാനും ഒക്കെ ഉള്ളൊരു ട്രിഗർ യഹോവ തന്നെയാണ്. അപ്പോൾ അവര് യഹോവയാണ് പുതിയ നിയമത്തിലെ ദൈവം എന്ന് അവർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മതം ഉപേക്ഷിക്കേണ്ട സാഹചര്യം യഹോവയെ എനിക്ക് ഉണ്ടാവും. കുറിച്ച് യേശു ക്രിസ്തു പറയുന്നത് ഒരു മനുഷ്യനിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കി അവൻ പുറത്തു പോയിട്ട് അവൻ വെള്ളമില്ലാത്ത സ്ഥലത്തൂടെ ഇങ്ങനെ നീരന്വേഷിച്ച് മരുഭൂമിയിലൂടെ സഞ്ചരിച്ചെന്ന് പറയും. പിന്നീട് അവൻ തന്നെക്കാൾ ശക്തിയുള്ള വേറെ 7 ഭൂതങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന് വീണ്ടും മനുഷ്യനിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ മനുഷ്യന്റെ അവസ്ഥ ആദ്യത്തേതിനേക്കാൾ ഭീകരമായി തീരും. ഇത് യഹോവയെ പറ്റിയാണ്. യഹോവയുടെ ആലയത്തിൽ നിന്ന് യഹോവയെ ഓടിച്ചു, യെരൂശലേം ദേവാലയം പൊളിച്ചും കളഞ്ഞു, എല്ലാ അവകാശാധികാരങ്ങളും എടുത്തും കളഞ്ഞു, അവസാനത്തെ കല്ല് വരെ ഇടിച്ചും കളഞ്ഞു. അങ്ങനെ യെരൂശലേമിൽ നിന്ന് ഓടിയ ഓട്ടം പുള്ളി മരുഭൂമിയിലോട്ട് പോയെന്ന് പറഞ്ഞ്. അത് സൗദി അറേബ്യയുടെ മരുഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് വെള്ളമില്ലാത്ത മരുഭൂമിയിലൂടെ 600 കൊല്ലം സഞ്ചരിച്ചിട്ട് 7 ഇരട്ടി ശക്തിയോടെ ഇസ്ലാമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോ പണ്ടത്തെ യഹൂദന്റെക്കാൾ 7 ഇരട്ടി കഷ്ടത്തിലാണ് ഇപ്പോഴത്തെ മുസ്ലിങ്ങൾ ഇരിക്കുന്നത്. ന്യായപ്രമാണം. അവന്റെ അവസ്ഥ അതികഠിനമാണ്. ഇതെല്ലാം കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അതെ, വളരെ ക്ലിയർ ആയിട്ട് തോന്നുന്നു. അപ്പോൾ എന്താ പറയുക, എന്നെ പോലെ വേറെ ആളുകൾ ഉണ്ടാവും ഇങ്ങനെ ഈ ഒരു ഡിബേറ്റിന്റെ ഒരു അന്ത്യം അറിയാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ക്ലാരിറ്റി വന്നു എന്ന് തോന്നുമ്പോഴായിരിക്കും ഇവർ പുതിയൊരു ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നത്. യഹോവയാണ് പുതിയ നിയമത്തിലെ ദൈവം എന്ന് പറഞ്ഞ് തെളിയിക്കാൻ ഇവർ ശ്രമിക്കുന്നു. അതിന്റെ പേരിൽ ഒരുപാട് ടോക്കുകളും റൂമുകളൊക്കെ ഇട്ട് അവർക്ക് ഒരു സംസാരിക്കും. പുതിയ ആർഗ്യുമെന്റും ഇല്ല. അപ്പൊ അവരത് ഇത് തെളിയിച്ച് സീരിയസ് ആയിട്ട് യഹോവ വിഷയത്തെ എത്ര ഡിബേറ്റ് നടത്തുന്ന നല്ല ഊഹമുണ്ട്. എത്ര എല്ലാ ഡിബേറ്റിലും അവര് ധൈര്യമായി പരാജയപ്പെട്ടു. അവർക്ക് ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റില്ല, ഒന്നും. പിന്നെ അവർക്ക് എവിടെയാ പുതിയ ആർഗ്യുമെന്റായിട്ട് നമ്മുടെ ഒന്നും അടുത്ത് വരുന്നില്ല. വേറെ എവിടെയെങ്കിലും ഒക്കെ ഒളിച്ചിരുന്ന ആർഗ്യുമെന്റ് പറയത്തേ ഉള്ളൂ. എനിക്ക് ചിലപ്പോൾ പുതുതായിട്ട് തോന്നുന്നതായിരിക്കും, ഞാനിവിടെ കുറെ കാലമായിട്ട് ഇല്ലാത്തതുകൊണ്ട്. അതാണ്. എന്തായാലും വളരെ നല്ലൊരു ടോക്കായിരുന്നു. തൽക്കാലത്തേക്ക് എൻ്റെ സംശയങ്ങളൊക്കെ ഏതാണ്ട് തീർന്ന പോലെ തോന്നുന്നു. ഐ എം വെരി റിലീവ്ഡ്. താങ്ക് യു.